കവാടം തുറക്കുമ്പോൾ തന്നെ കുട്ടികളുടെ ശബ്ദങ്ങളും ചിരികളും അവിടെ നിറയും. പക്ഷേ അദ്ദേഹം ക്ലാസ് മുറിയിൽ കാൽ വയ്ക്കുന്ന നിമിഷം ആ ശബ്ദങ്ങൾ മങ്ങും. അക്കങ്ങൾ വരുമ്പോൾ പലരുടെയും കണ്ണുകളിൽ ആശയക്കുഴപ്പം നിറയും. ചിലർ പേടിയോടെയിരിക്കും, ചിലർ ശ്രദ്ധയില്ലാത്തതുപോലെ പുറത്തേക്ക് നോക്കും. ഇതെല്ലാം അദ്ദേഹത്തിന് പുതുമയായിരുന്നില്ല. വർഷങ്ങളായി അദ്ദേഹം കണ്ടുവരുന്ന കാഴ്ചകളാണ്. ഗണിതം കുട്ടികൾക്ക് ഒരു വിഷയം മാത്രമല്ല, ഒരു ഭയമാണ് എന്ന തിരിച്ചറിവ് അദ്ദേഹത്തെ ഒരിക്കലും വിട്ടുപോയില്ല. അദ്ദേഹം പഠിപ്പിക്കുന്നത് വെറും ഉത്തരങ്ങളായിരുന്നില്ല, ചിന്തിക്കാൻ പഠിപ്പിക്കലാണ്. ഉത്തരം വേഗത്തിൽ കിട്ടണം എന്നതല്ല പ്രാധാന്യം, വഴി കണ്ടെത്തണം എന്ന വാക്ക് അദ്ദേഹം പലപ്പോഴും ആവർത്തിക്കാറുണ്ടായിരുന്നു. പക്ഷേ ആ വാക്കുകൾ ക്ലാസ് മുറിയുടെ മതിലുകൾക്കപ്പുറം അധികം പോവാറില്ല. പരീക്ഷയ്ക്കുള്ള മാർക്ക്, അടുത്ത ക്ലാസ്സിലേക്കുള്ള ഉയർച്ച, ഇതൊക്കെയാണ് കുട്ടികൾക്ക് മുൻഗണന. ചിന്തിക്കാൻ സമയമെടുക്കുന്നത് പലർക്കും ഭയമാണ്. അങ്ങനെയാണ് ഒരു ആശയം ശ്രീരാമകൃഷ്ണന്റെ മനസ്സിൽ പതിയെ രൂപപ്പെട്ടത്. ക്ലാസ് മുറിയുടെ നിയന്ത്രണങ്ങൾക്ക് പുറത്തേക്ക് പരീക്ഷയുടെ ഭയമില്ലാതെ, ആരെയും നിർബന്ധിക്കാതെ ചിന്തിക്കാൻ ഒരിടമുണ്ടാകണം എന്ന ആശയം. അതിന്റെ ഫലമായാണ് സ്കൂളിന്റെ നീളമുള്ള വരാന്തയിൽ ഒരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. സാധാരണ നോട്ടീസുകൾ പതിക്കുന്ന ബോർഡായിരുന്നില്ല അത്. അതിന് അദ്ദേഹം ഒരു പേരിട്ടു, ചലഞ്ചിങ് ബോർഡ്. ഓരോ ആഴ്ചയും ഓരോ ചോദ്യങ്ങൾ, സാധാരണ പാഠപുസ്തകങ്ങളിൽ നിന്ന് നേരിട്ടെടുക്കാത്തത്, ഒറ്റ നോട്ടത്തിൽ പിടികിട്ടാത്തത്, കുറച്ച് സമയം നോക്കിയാൽ മതിയാകാത്തത്. ഉത്തരം എഴുതുന്നവർക്ക് ചെറിയൊരു സമ്മാനവും ഉണ്ടാകും. പക്ഷേ അതിലേറെ വിലയുള്ളത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയാണ്. ആദ്യ ആഴ്ചകളിൽ കുട്ടികൾ ആവേശത്തോടെ അതെല്ലാം ശ്രമിച്ചിരുന്നു. ചിലർ ഭാഗികമായി ഉത്തരമെഴുതി, ചിലർ പകുതിയിൽ നിർത്തി, ചിലർ കൂട്ടുകാരുടെ എഴുത്തു നോക്കി പിന്നോട്ടുപോയി. പതിയെ ആ ബോർഡ് സ്കൂളിലെ ഒരു സ്ഥിരം കാഴ്ചയായി. ഒരു ദിവസം അദ്ദേഹം അവിടെ എഴുതി വെച്ച ചോദ്യം മറ്റുള്ള ചോദ്യങ്ങളെ പോലെ ആയിരുന്നില്ല. വഴികൾ തെറ്റിക്കാവുന്ന, തിരികെ വരേണ്ടി വരുന്ന, ഓരോ ഘട്ടവും മുൻപത്തേതിനെ ആശ്രയിക്കുന്ന ഒരു പ്രശ്നം. ചോദ്യം എഴുതിയപ്പോൾ തന്നെ അതിന് ഉടനെ ഉത്തരം ലഭിക്കില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ആ ചോദ്യം അവിടെ അങ്ങനെ കിടന്നു. ദിവസങ്ങൾ കടന്നു, കുട്ടികൾ നോക്കി, ചിലർ ശ്രമിച്ചെങ്കിലും പൂർണ്ണമായ ഉത്തരം ആർക്കും കിട്ടിയില്ല. ഒരാഴ്ച കടന്നു, പിന്നെ അത് 2 ആഴ്ചയായി, 1 മാസം. ചോദ്യം മാറിയില്ല, ഉത്തരം വന്നതുമില്ല. ചില കുട്ടികൾ അതിനെ മറന്നു, ചിലർ നോക്കാൻ പോലും നിന്നില്ല. ചലഞ്ചിങ് ബോർഡ് പതിയെ സ്കൂളിന്റെ പൊടിപടലങ്ങളെ ആകർഷിക്കുന്ന ഒരു കേന്ദ്രമായി മാറി. ശ്രീരാമകൃഷ്ണൻ അതിൽ നിരാശനായില്ല, മറിച്ച് ആ ചോദ്യം അവിടെ തന്നെ നിലനിൽക്കുന്നത് അദ്ദേഹത്തിന് ഒരു കൗതുകമായി. ആരെങ്കിലും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നതാണ് അദ്ദേഹത്തിന് അറിയേണ്ടിയിരുന്നത്. ഉത്തരം എഴുതപ്പെടുന്നതിനേക്കാളേറെ ചിന്ത ആരംഭിക്കുന്നുണ്ടോ എന്നതാണ് അദ്ദേഹത്തിന് പ്രാധാന്യം. ഒരു ദിവസം രാവിലെ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് പതിവ് പോലെ അദ്ദേഹം വരാന്തയിലൂടെ നടന്നു. ചലഞ്ചിങ് ബോർഡിന്റെ മുന്നിലെത്തി. ചോദ്യം അവിടെ തന്നെയുണ്ട്, പക്ഷേ അതിന്റെ താഴെ മുൻപില്ലാത്ത കുറച്ചു വരികൾ, അക്കങ്ങളും ചിഹ്നങ്ങളും. വേഗത്തിൽ എഴുതിയതല്ല, തിരുത്തലുകളില്ല. ഓരോ ഘട്ടവും വ്യക്തമായി. അത് പൂർണ്ണമായ ഉത്തരമായിരുന്നില്ല, പക്ഷേ അത് ശരിയായ ദിശയിലേക്കുള്ള ഒരു തുടക്കമായിരുന്നു. അദ്ദേഹം ഒരു നിമിഷം നിശ്ചലനായി, ചുറ്റും നോക്കി. സ്കൂൾ ഇപ്പോഴും പൂർണ്ണമായി ഉണർന്നിട്ടില്ല, ആരുമില്ല. അദ്ദേഹം എഴുത്ത് മാച്ചില്ല, ചോദ്യം മാറ്റിയില്ല, അതേപടി തന്നെ അവിടെ വിട്ടു. അന്ന് മുഴുവൻ ദിവസം അദ്ദേഹത്തിന്റെ ശ്രദ്ധ ഇടയ്ക്കിടെ ബോർഡിലേക്ക് തിരിഞ്ഞു. ആരും ഒന്നും പറഞ്ഞില്ല, ആരും മുന്നോട്ട് വന്നതുമില്ല. അടുത്ത ദിവസം രാവിലെ വീണ്ടും ഒരു വരി കൂടി ചേർത്തിരിക്കുന്നു. മുൻപത്തെ ഘട്ടത്തോട് കൃത്യമായി ബന്ധിപ്പിച്ച തുടർച്ച. അത് യാദൃശികമല്ലെന്ന് വ്യക്തമായി. ഒരാൾ തുടർച്ചയായി ചിന്തിക്കുന്നു, ദിവസങ്ങളായി, ആരോടും പറയാതെ, ശ്രദ്ധ തേടാതെ. ആഴ്ചകൾക്കുള്ളിൽ ചലഞ്ചിങ് ബോർഡിലെ എഴുത്ത് പതിയെ മുന്നോട്ട് നീങ്ങി. ഓരോ ദിവസവും ചെറിയൊരു മാറ്റം, ഒരിടത്ത് തിരുത്തൽ, മറ്റൊരിടത്ത് മുന്നേറ്റം. പക്ഷേ എഴുത്തുകാരൻ അദൃശ്യനായി തന്നെ തുടർന്നു. ശ്രീരാമകൃഷ്ണന്റെ ഉള്ളിൽ ഒരു കൗതുകം വളർന്നു. ഇത്രയും കഠിനമായ ചോദ്യം ഇത്ര ലളിതമായി സമീപിക്കുന്ന ആൾ ശ്രദ്ധ തേടുന്ന ഒരാളല്ല, സമ്മാനം തേടുന്നവരുമല്ല. അദ്ദേഹം അസംബ്ലിയിൽ വിഷയം ഉന്നയിച്ചു. ചലഞ്ചിങ് ബോർഡിലെ ചോദ്യത്തിന് ഉത്തരമെഴുതിയത് ആരാണെന്ന് അറിയണമെന്ന് പറഞ്ഞു. എഴുതിവെച്ച ആൾ മുന്നോട്ട് വരണമെന്ന് ആവശ്യപ്പെട്ടു. മൈതാനം നിശബ്ദമായി. കുട്ടികൾ പരസ്പരം നോക്കി. ചിലർ ചിരിച്ചു, ചിലർ തല താഴ്ത്തി. ആരും മുന്നോട്ട് വന്നില്ല. അസംബ്ലി അവസാനിച്ചു. ചോദ്യം അവിടെയും, ഉത്തരം ഭാഗികമായും. എഴുത്തുകാരൻ അദൃശ്യനായി തുടരുകയും ചെയ്തു. അന്നാണ് ശ്രീരാമകൃഷ്ണന്റെ മനസ്സിൽ ആദ്യമായി ഒരു വ്യത്യസ്ത ചിന്ത രൂപപ്പെട്ടത്. ഇത് സ്കൂളിലെ ആരുമാവാൻ വഴിയില്ല. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിൽ ഒരാളായിരുന്നെങ്കിൽ ഇത്ര നാളും മൗനം പാലിക്കേണ്ട കാര്യമില്ല. ആ തിരിച്ചറിവ് അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. കാരണം സ്കൂളിന്റെ ബോർഡിൽ സ്കൂൾ സമയക്രമം അറിയാവുന്ന ഒരാൾ പുറത്തുനിന്നെത്തി എഴുതുന്നു എന്നതിന്റെ അർത്ഥം വലിയതായിരുന്നു. അതൊരു കുസൃതിയല്ല, ഒരു കളിയല്ല, അതൊരാളുടെ കഴിവിന്റെ നിശബ്ദ അടയാളമായിരുന്നു. അദ്ദേഹം സ്കൂളിൽ ചെറിയൊരു ക്വിസ് മത്സരം സംഘടിപ്പിച്ചു.
ചലഞ്ചിങ് ബോർഡിലെ ചോദ്യത്തിന്റെ ആശയവുമായി ബന്ധമുള്ള ചോദ്യങ്ങൾ. കുട്ടികൾ ശ്രമിച്ചു, ചിലർ അടുത്തെത്തി, ആരും ആ വഴിയിലേക്ക് പൂർണ്ണമായി കടന്നില്ല. അതോടെ ശ്രീരാമകൃഷ്ണന്റെ സംശയം കൂടുതൽ ശക്തമായി. എഴുത്തുകാരൻ ഈ സ്കൂളിൽ നിന്നുള്ളതല്ല. അന്നു മുതൽ അദ്ദേഹം സ്കൂളിന്റെ ചുറ്റുപാടുകളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ക്ലാസ് കഴിഞ്ഞു പോകുന്ന വഴികൾ, സ്കൂളിന്റെ പുറകുവശം, വരാന്തകൾ, മതിലുകൾ ഒന്നും പ്രത്യേകമായി തേടുന്നില്ല. പക്ഷേ എന്തെങ്കിലും കാണാതെ പോകാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ. ഒരു വൈകുന്നേരം സ്കൂൾ വിട്ടു പോകുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് കണ്ട ഒരു കാഴ്ച മനസ്സിൽ തങ്ങി. സ്കൂളിന്റെ മതിലിന് സമീപം ഒരാൾ വേഗത്തിൽ ചാടിക്കടക്കുന്നത്. ഒരു കുട്ടിയായിരുന്നു അത്. ഒരു നിമിഷം മാത്രം. മുഖം വ്യക്തമായില്ല, പക്ഷേ ചുമലിൽ ഒരു പഴകിയ ചാക്ക്. ആ കാഴ്ച അദ്ദേഹത്തെ നിശ്ചലനാക്കി. ആ രാത്രി മുഴുവൻ ആ നിമിഷം അദ്ദേഹത്തിന്റെ മനസ്സിൽ കിടന്നു. ചലഞ്ചിങ് ബോർഡ്, അദൃശ്യനായ എഴുത്തുകാരൻ, മതിൽ ചാടിയ കുട്ടി, എല്ലാം തമ്മിൽ ബന്ധമുണ്ടോ എന്ന ചോദ്യം. ഉറപ്പില്ല, പക്ഷെ അവഗണിക്കാൻ കഴിയാത്ത ഒരു ചിന്ത. അടുത്ത ദിവസം സ്കൂൾ വിട്ടു പോകുമ്പോൾ ശ്രീരാമകൃഷ്ണന്റെ മനസ്സിൽ ഒരു തീരുമാനമുണ്ടായിരുന്നു. ആ കുട്ടിയെ വീണ്ടും കണ്ടാൽ അവൻ ആരാണെന്നറിയണം. അതൊരു അധ്യാപകന്റെ കൗതുകമായിരുന്നില്ല, ഒരു മനുഷ്യന്റെ ഉത്തരവാദിത്വമായിരുന്നു. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഈ തീരുമാനം അദ്ദേഹത്തെ സ്കൂളിന്റെ മതിലുകൾക്കപ്പുറത്തേക്ക് കൊണ്ടുപോകുമെന്ന്. ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങി ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്കുള്ള യാത്രയായി ഇത് മാറുമെന്ന്. പക്ഷേ ഒരു കാര്യം വ്യക്തമായിരുന്നു. ചലഞ്ചിങ് ബോർഡിലെ ചോദ്യം ഇനി വെറും ഒരു കണക്കല്ല, അത് ആരെയോ കണ്ടെത്താനുള്ള ഒരു അടയാളമാണ്. അന്ന് അവിടെ നിന്നാണ് ഈ കഥ യഥാർത്ഥത്തിൽ തുടങ്ങുന്നത്. അന്നു മുതൽ ശ്രീരാമകൃഷ്ണന്റെ ദിവസങ്ങൾ പതിവ് പോലെ മുന്നോട്ടു പോയെങ്കിലും മനസ്സ് പഴയതുപോലെ ആയിരുന്നില്ല. ക്ലാസ് മുറിയിൽ ഗണിതം പഠിപ്പിക്കുമ്പോഴും കുട്ടികളുടെ കണക്ക് പുസ്തകങ്ങൾ പരിശോധിക്കുമ്പോഴും ചലഞ്ചിങ് ബോർഡ് അവിടെയുണ്ടെന്ന ബോധം അദ്ദേഹത്തെ വിട്ടില്ല. അതിലേക്കുള്ള ഒരു നോട്ടം പോലും ഒരുപാട് ചോദ്യങ്ങൾ ഒരുമിച്ച് മനസ്സിലേക്ക് കൊണ്ടുവന്നു. ആരാണ് ആ എഴുത്തുകാരൻ? എന്തിനാണ് ഇത്രയും നാൾ മറഞ്ഞു നിൽക്കുന്നത്? എന്താണ് അവനെ മുന്നോട്ട് വരാതെ തടഞ്ഞു നിർത്തുന്നത്? ക്ലാസ് കഴിഞ്ഞു പോകുമ്പോൾ സ്കൂളിന്റെ പുറകുവശം അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. പതിവിന് പുറത്തുള്ള ശീലമായിരുന്നു അത്. അധ്യാപകർ സാധാരണയായി ആ ഭാഗത്തേക്ക് പോകാറില്ല. പക്ഷേ അദ്ദേഹത്തിന് അവിടെ എന്തോ ഉണ്ടെന്ന തോന്നൽ മാറിയില്ല. ഓരോ വൈകുന്നേരവും സ്കൂൾ വിട്ടിറങ്ങുമ്പോൾ കണ്ണുകൾ അവിടേക്ക് തിരിയുമായിരുന്നു. ചില ദിവസങ്ങളിൽ ഒന്നും കാണാനായില്ല, ചില ദിവസങ്ങളിൽ ഒരു നിഴൽ മാത്രം. ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷമാകുന്ന ചലനങ്ങൾ. ഒരു ദിവസം സ്കൂൾ വിട്ട് നടക്കുമ്പോൾ വഴിയരികിൽ നിന്നാണ് അദ്ദേഹം ആദ്യമായി ഒരാളെ കാണുന്നത്. ശിവ. ചുമലിൽ പഴയൊരു ചാക്ക്, അതിന്റെ വായൽപ്പം കീറിയത്, അകത്ത് ബോട്ടിലുകളും പേപ്പറുകളും. ശിവയുടെ നടത്തം വേഗത്തിലായിരുന്നില്ല. നിലത്ത് കിടക്കുന്ന ഓരോ വസ്തുവും അവൻ ശ്രദ്ധിച്ചു നോക്കി. ഉപയോഗമുണ്ടോ എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ചാക്കിലേക്കിടുന്നത്. അതൊരു തൊഴിൽ മാത്രമായിരുന്നില്ല, അതൊരു ശീലമായിരുന്നതുപോലെ. അദ്ദേഹം മുന്നോട്ട് നടന്നു, പക്ഷെ പിന്നോട്ട് തിരിഞ്ഞു നോക്കിയില്ല. എന്നിരുന്നാലും ആ കാഴ്ച മനസ്സിൽ പതിഞ്ഞിരുന്നു. കാരണം ശിവ ചവറുകൾ പെറുക്കുന്നതിനിടയിൽ ചാക്കിന്റെ അടിയിൽ നിന്ന് ഒരു പഴകിയ പേപ്പർ എടുത്ത് വായിക്കുന്നതും കുറച്ചുനേരം വഴിയരികിൽ തന്നെ നിൽക്കുന്നതും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ചവറുകൾ പെറുക്കുന്ന ഒരു കുട്ടി വായിക്കുകയാണ് എന്നത് അസാധാരണമായ ഒരു കാഴ്ചയായിരുന്നു. അതിനേക്കാൾ ഉപരി അവൻ വായിച്ചുകൊണ്ടിരുന്ന പേപ്പറുകളിൽ അക്കങ്ങൾ നിറഞ്ഞിരുന്നു. അടുത്ത ദിവസവും അദ്ദേഹം അവനെ കണ്ടു. അതേ ചാക്ക്, അതേ ശീലം. ചവറുകൾക്കിടയിൽ നിന്ന് ചില പേപ്പറുകൾ മാത്രം വേർതിരിച്ചെടുത്ത് വായിക്കുക. ചിലപ്പോൾ അവൻ നിലത്ത് കല്ലുകൊണ്ട് എന്തൊക്കെയോ വരയ്ക്കുന്ന പോലെ, അക്കങ്ങൾ എഴുതുന്നത് പോലെ, ചിത്രങ്ങൾ വരയ്ക്കുന്നത് പോലെ. അതെല്ലാം ഒരു കളിയല്ലെന്ന് അദ്ദേഹത്തിന് വ്യക്തമായിരുന്നു. അവൻ അവിടെ സമയം ചെലവഴിക്കുന്നതല്ല, അവൻ എന്തോ കാര്യമായി ചെയ്യുകയാണ്. ശ്രീരാമകൃഷ്ണന് പാവപ്പെട്ട കുട്ടികളെ സഹായിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. പക്ഷേ സഹായം എന്നത് വെറും ഭക്ഷണം കൊടുക്കലോ പണം നൽകലോ മാത്രമല്ലെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഒരാളുടെ ഉള്ളിലെ ആഗ്രഹം തിരിച്ചറിയുക എന്നതാണ് യഥാർത്ഥ സഹായം. ആ കാഴ്ചകൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു സംശയം വളർത്തി. ഈ കുട്ടിയുടെ ഉള്ളിൽ എന്തോ ഉണ്ട്, പക്ഷേ അത് പുറത്തേക്ക് വന്നിട്ടില്ല. ഒരു ദിവസം അദ്ദേഹം അവന്റെ അടുത്തേക്ക് ചെന്നു. വളരെ സാധാരണമായി അവനോട് പേര് ചോദിച്ചു. അവൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, ശിവ. അധികം വാക്കുകൾ ഉണ്ടായിരുന്നില്ല. എവിടെയാണ് താമസമെന്ന് ചോദിച്ചപ്പോൾ അവൻ മൗനം പാലിച്ചു. വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ വയ്യാതെ കിടക്കുന്ന അമ്മയാണുള്ളതെന്ന് പറഞ്ഞു. അവന്റെ ശബ്ദം ഇടറുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ അവന്റെ അവസ്ഥ മറയ്ക്കാൻ അവൻ ശ്രമിച്ചിരുന്നില്ല. പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ തല കുനിച്ചു നിന്നു. എന്നിട്ട് പഠിക്കാൻ ഇഷ്ടമാണ് എന്ന് മാത്രം പറഞ്ഞു. അതിൽ വലിയ വികാര പ്രകടനമൊന്നുമില്ലായിരുന്നു. പക്ഷെ ആ വാക്കുകൾ തന്നെ അവന്റെ ഉള്ളിലെത്തി തുറന്നുകാട്ടി. ശ്രീരാമകൃഷ്ണൻ അവനോട് കൂടുതലൊന്നും ചോദിച്ചില്ല. കാരണം അതെല്ലാം അവനെ കൂടുതൽ പേടിപ്പിക്കുമെന്ന ബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെ ആ സംഭാഷണം അവിടെ അവസാനിച്ചില്ല. അതൊരു തുടക്കമായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം ശിവയെ വീണ്ടും വീണ്ടും കണ്ടു.
ചിലപ്പോൾ വഴിയരികിൽ, ചിലപ്പോൾ സ്കൂളിനകലെ. ശിവയുടെ ജീവിതം ഒരു വൃത്തം പോലെ മുന്നോട്ടു പോകുന്നതായി അദ്ദേഹത്തിന് തോന്നി. രാവിലെ പുറത്തേക്ക്, വൈകിട്ട് തിരിച്ചെത്തൽ, അതിനിടയിൽ ചവറുകളും പേപ്പറുകളും, ഒരു സ്ഥിരത, ഒരു ചിട്ട. അതാണ് അദ്ദേഹത്തെ കൂടുതൽ അത്ഭുതപ്പെടുത്തിയത്. ഇത് യാദൃശികമായ ഒരു ജീവിതമല്ല, ഇത് നിയന്ത്രണങ്ങളുള്ള ഒരു ജീവിതമാണ്. ഒരു ദിവസം അദ്ദേഹം ശിവയെ അകലെ നിന്ന് പിന്തുടരാൻ തീരുമാനിച്ചു. പിന്തുടരുന്നു എന്ന ബോധം അവരുണ്ടാകരുത്, അതിനാൽ ദൂരം പാലിച്ചു. ശിവ തിരക്കുള്ള വഴികളിലൂടെ നടന്നു. അത് പിന്നീട് ഇടുങ്ങിയ വഴികളിലൂടെയായി, വീടുകൾ കുറഞ്ഞ പ്രദേശങ്ങളിലേക്ക്. പാതി വഴിയിൽ ശിവ അപ്രത്യക്ഷനായി. ഒരു വഴിയിൽ ശ്രീരാമകൃഷ്ണൻ മുന്നോട്ട് ചെന്നു നോക്കി, ഇല്ല. മറ്റൊരു വഴിയിലൂടെ തിരിഞ്ഞു നോക്കി, അവിടെയുമില്ല. അത് യാദൃശികമായൊരു നഷ്ടമെന്ന പോലെ തോന്നി. പക്ഷേ മനസ്സ് അത് അംഗീകരിച്ചില്ല. ഈ കുട്ടി എവിടെയോ ഇവിടെ തന്നെ ഉണ്ട് എന്ന ബോധം അദ്ദേഹത്തെ വിട്ടുപോയില്ല. അന്ന് വൈകുന്നേരം സ്കൂൾ വിട്ടു പോകാൻ അദ്ദേഹം വളരെ വൈകി. ഓഫീസ് ജോലികൾ, കുറച്ച് ഫയലുകൾ, കുട്ടികളുടെ നോട്ടുകൾ പരിശോധിക്കൽ. പിന്നെ സ്കൂൾ മുഴുവൻ ശാന്തമായപ്പോൾ പുറത്തേക്കിറങ്ങുന്ന നിമിഷം ഒരു ചലനം അദ്ദേഹത്തിന്റെ കണ്ണിൽപ്പെട്ടു. സ്കൂളിന്റെ മതിലിനരികിലൂടെ ഒരു നിഴൽ. അടുത്ത നിമിഷം ഒരു പയ്യൻ ചുമലിൽ പഴകിയ ചാക്കുമായി മതിൽ ചാടി കടക്കുന്നത്. ഒരു നിമിഷം മാത്രം. മുഖം വ്യക്തമായില്ല, പക്ഷെ ശരീരഭാവം പരിചിതമായിരുന്നു. അത് ശിവയായിരുന്നോ എന്ന ചിന്ത ആദ്യമായി അദ്ദേഹത്തിന്റെ മനസ്സിൽ തെളിഞ്ഞു. ഉറപ്പില്ല, പക്ഷെ അവഗണിക്കാനാവാത്ത ഒരു സംശയം. അദ്ദേഹം ഉടനെ തന്നെ ചലഞ്ചിങ് ബോർഡിന്റെ മുന്നിലേക്ക് നടന്നു. അവിടെ എത്തിയ നിമിഷം കണ്ണുകൾ അവിടെ തന്നെ നിശ്ചലമായി. മാസങ്ങളായി പാതി വഴിയിൽ കിടന്നിരുന്ന ചോദ്യം പൂർത്തിയായിരിക്കുന്നു. അവസാന ഘട്ടം വ്യക്തമായി എഴുതിയിരിക്കുന്നു. വഴികളെല്ലാം ബന്ധിപ്പിച്ചിരിക്കുന്നു. സംശയത്തിനിടയില്ലാത്ത ഒരു ഉത്തരം. അത് കണ്ട നിമിഷം എല്ലാം ഒരുമിച്ച് ബന്ധപ്പെട്ടു. മതിൽ ചാടിയ കുട്ടി, അദൃശ്യനായ എഴുത്തുകാരൻ, ചലഞ്ചിങ് ബോർഡ്. ഇതൊന്നും യാദൃശികമല്ലെന്ന് അദ്ദേഹത്തിന് വ്യക്തമായി. എന്നാൽ ഉറപ്പുണ്ടായിരുന്നില്ല. അതാണ് ഏറ്റവും വലിയ സംഘർഷം. സംശയമുണ്ടായിരുന്നു, പക്ഷെ തെളിവില്ല. അന്നാണ് ശ്രീരാമകൃഷ്ണന്റെ അന്വേഷണം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടന്നത്. ഇതുവരെ ആരെയും ലക്ഷ്യമിടാതെ നടന്നിരുന്ന ശ്രദ്ധ അറിയാതെ തന്നെ ഒരാളിലേക്ക് തിരിയാൻ തുടങ്ങി. പക്ഷെ അദ്ദേഹം അതിൽ ഉറച്ചില്ല. കണ്ടെത്തണം, തെളിയിക്കണം, അല്ലെങ്കിൽ മൗനം പാലിക്കണം. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഈ അന്വേഷണം അദ്ദേഹത്തെ ഒരു കുട്ടിയുടെ ജീവിതത്തിന്റെ ഉൾത്താരയിലേക്ക് കൊണ്ടുപോകുമെന്ന്. ചവറുകൾ പെറുക്കുന്ന കൈകളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവിലേക്കും, ആരും ശ്രദ്ധിക്കാത്ത ഇടങ്ങളിൽ വളർന്ന ഒരു ബുദ്ധിയിലേക്കും. പക്ഷെ ഒരു കാര്യം വ്യക്തമായിരുന്നു. ചലഞ്ചിങ് ബോർഡിലെ ചോദ്യം ഇനി വെറും കണക്കല്ല, അതൊരു വഴികാട്ടിയാണ്. ആ വഴിയിലൂടെ അദ്ദേഹം നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. അന്നും പതിവ് പോലെ ശ്രീരാമകൃഷ്ണൻ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. സൂര്യൻ പതിയെ താഴേക്ക് നീങ്ങുമ്പോൾ സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ വീണ നിഴലുകൾ നീളുകയായിരുന്നു. കുട്ടികളുടെ ശബ്ദങ്ങൾ പതുക്കെ മങ്ങിത്തുടങ്ങി. സ്കൂൾ ഗേറ്റിന് പുറത്ത് കടന്ന നിമിഷം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സ് മറ്റൊരിടത്തായിരുന്നു. തലേന്ന് വൈകുന്നേരം കണ്ട ആ കാഴ്ച വീണ്ടും വീണ്ടും മനസ്സിലേക്ക് വരികയായിരുന്നു. മതിൽ ചാടിക്കടന്ന ആ കുട്ടി, ചുമലിലെ പഴകിയ ചാക്ക്, അതിലെ ആത്മവിശ്വാസം, അതിലെ പരിചിതത്വം. ഇന്നും അവനെ കാണുമോ എന്ന ചിന്തയിൽ നിന്ന് മനസ്സ് വിട്ടുമാറിയില്ല. അവനെ വീണ്ടും കാണണമെന്ന ആഗ്രഹം ഇന്നും മനസ്സിൽ ഉറച്ചിരുന്നു. അവൻ ആരാണെന്നറിയണം. അതൊരു കൗതുകമല്ലായിരുന്നു, ഒരു ഉത്തരവാദിത്വമായിരുന്നു. ആ ഉറപ്പോടെ അദ്ദേഹം നടന്നു. പതിവിനേക്കാൾ വേഗത്തിലല്ല, പക്ഷേ ഓരോ ചുവടും ഉറച്ചതായിരുന്നു. വഴിയരികിൽ എത്തിയപ്പോൾ യാദൃശികമെന്ന പോലെ അദ്ദേഹം അവനെ വീണ്ടും കണ്ടു. അതേ രൂപം, അതേ ചാക്ക്, അതേ നടത്തം. ശിവ. ഒരു നിമിഷം പോലും സംശയിക്കേണ്ടി വന്നില്ല അദ്ദേഹത്തിന്. ശ്രീരാമകൃഷ്ണൻ ഉടൻ നടത്തം മന്ദഗതിയിലാക്കി. ഇന്ന് ഇത് യാദൃശികമായ കണ്ടുമുട്ടൽ മാത്രമായിരിക്കില്ല. ഇന്ന് അവനെ പിന്തുടരേണ്ട ദിവസമാണ്. പക്ഷേ അവൻ അറിയാതെ വേണം അത് ചെയ്യാൻ. ശിവ മുന്നോട്ട് നടന്നു. തിരിഞ്ഞു നോക്കിയില്ല. വഴികൾ പതിയെ മാറിത്തുടങ്ങി. തിരക്കുള്ള റോഡുകൾ പിന്നിലായി. വാഹനങ്ങളുടെ ശബ്ദം അകലെ മങ്ങി. വീടുകളുടെ എണ്ണം കുറഞ്ഞു വന്നു. ചുറ്റുമുള്ള അന്തരീക്ഷം ശാന്തമായി. ശിവയുടെ നടത്തത്തിൽ ഒരു ആശങ്കയുമില്ല. വഴിതെറ്റിയ ഒരാളുടെ നടത്തമല്ല അത്, പതിവ് വഴിയിലൂടെ നടക്കുന്ന ഒരാളുടെ ഉറപ്പ്. അതാണ് ശ്രീരാമകൃഷ്ണന്റെ മനസ്സിൽ ആദ്യത്തെ ഞെട്ടലുണ്ടാക്കിയത്. ഈ വഴി അവന് പുതുമയല്ല. കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ സ്കൂളിന്റെ പുറകുവശത്തെ മതിൽ വ്യക്തമായി കാണാനായി. ഉയർന്ന മതിലും അതിന്റെ നീളുന്ന നിഴലും. അവിടെ എത്തിയ നിമിഷം ശ്രീരാമകൃഷ്ണൻ ഒന്നു നിന്നു. ഇതുവരെ സ്കൂളിനെ അകത്തു നിന്നാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത്. ആദ്യമായാണ് അതിന്റെ പുറകുവശം അദ്ദേഹം കാണുന്നത്. അധ്യാപകരുടെയും കുട്ടികളുടെയും ലോകത്തിന് പുറത്ത് നിലകൊള്ളുന്ന ഒരു ഭാഗം, ശ്രദ്ധിക്കാതെ പോയ ഒരു ലോകം. ശിവ മതിലിനോട് ചേർന്ന് നടന്നു. അവൻ നേരെ നോക്കി നടക്കുകയായിരുന്നു. ആ ഇടം അവന്റെ ദിനചര്യയുടെ ഭാഗമാണെന്ന് വ്യക്തമായിരുന്നു. ശ്രീരാമകൃഷ്ണന്റെ ഉള്ളിൽ ഒരു അസ്വസ്ഥത ഉയർന്നു. ഈ കുട്ടി സ്കൂളിന്റെ ചുറ്റുപാടുകളോട് ഇത്ര പരിചിതനാകാൻ എന്താണ് കാരണം? ഇവൻ ഇവിടെ എന്താണ് ചെയ്യുന്നത്? അവന്റെ ജീവിതം എവിടെയാണ് തുടങ്ങുന്നത്? അല്പം കൂടി മുന്നോട്ട് ചെന്നപ്പോൾ മതിലിനോട് ചേർന്ന് ഒരു ചെറിയ ഷെഡ്, പഴകിയ ഷീറ്റുകളും ചീന്തിയ തുണികളും ചേർത്ത് കെട്ടിയൊരു ഷെഡ്. ശിവ അവിടേക്ക് തിരിഞ്ഞു.
ചാക്ക് താഴെ വെച്ചു അകത്തേക്ക് കയറി. അതുവരെ പിന്തുടർന്ന ശ്രീരാമകൃഷ്ണന്റെ കാലുകൾ അവിടെ നിശ്ചലമായി. ശിവ സ്കൂളിന്റെ പുറകിലാണ് താമസിക്കുന്നത് എന്ന സത്യം ആദ്യമായി അദ്ദേഹത്തെ ഞെട്ടിച്ചു. ഇത്ര അടുത്ത് ഇത്ര നാൾ ഒരു ജീവിതം മറഞ്ഞു കിടന്നിരുന്നു. അദ്ദേഹം പുറത്തുനിന്ന് വിളിച്ചു, ശിവ. ശിവ പുറത്തേക്ക് വന്നു. അവന്റെ മുഖത്ത് പെട്ടെന്നൊരു പേടി പ്രതിഫലിച്ചു. ഓടിപ്പോകാനുള്ളതായിരുന്നില്ല അത്. പിടിക്കപ്പെട്ട ഒരാളുടെ നിൽപ്പ്. സർ, ഇവിടെയാണോ ശിവ നീ താമസിക്കുന്നത്? ചോദ്യം വളരെ ലളിതമായിരുന്നു. മറുപടി വാക്കുകളായില്ല. അവൻ തലകുനിച്ചു നിന്നു. അകത്താരാ ശിവ? അവൻ പതിയെ പറഞ്ഞു, അമ്മയാണ് സർ. ശ്രീരാമകൃഷ്ണൻ അകത്ത് കയറുന്നതിന് മുമ്പ് ഒന്ന് നിന്നു. ഞാൻ അകത്തോട്ടൊന്ന് കയറിക്കോട്ടെ? അദ്ദേഹം ചോദിച്ചു. ശിവ ഒരു നിമിഷം ഒന്ന് മടിച്ചു നിന്നു. പിന്നെ വഴിമാറിക്കൊടുത്തു. അത് ഒരു അനുമതിയായിരുന്നു. ഷെഡിനുള്ളിൽ കയറുമ്പോൾ ആദ്യം അദ്ദേഹം കണ്ടത് വയ്യാതെ കിടക്കുന്ന അവന്റെ അമ്മയെയാണ്. ശരീരം അനങ്ങാത്തതുപോലെ, കണ്ണുകൾ തുറന്നിട്ടുണ്ടെങ്കിലും ജീവൻ അതിന്റെ അതിരുകളിൽ നിൽക്കുന്ന അവസ്ഥ. ശിവ അമ്മയുടെ അരികിലേക്ക് ചെന്നു. പതുക്കെ കൈ പിടിച്ചു. അമ്മേ, ഇതൊരു സാറാണ്. ആ സംസാരത്തിൽ വലിയ ശബ്ദമുണ്ടായിരുന്നില്ല. വളരെ പതിഞ്ഞ സ്വരത്തിലാണ് അവൻ അമ്മയോട് സംസാരിക്കുന്നത്. ശ്രീരാമകൃഷ്ണൻ ചുറ്റും നോക്കി. ഷെഡിന്റെ ഉള്ളിൽ അടുക്കി വെച്ച പഴയ പുസ്തകങ്ങൾ. ചിലത് പകുതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചിലതിന്റെ പേജുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ചവറുകൾ പോലെ വലിച്ചെറിഞ്ഞിരിക്കുകയല്ല അവിടെ, സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് പോലെ. വായിച്ച് പഴകിയതിന്റെ അടയാളങ്ങൾ. ഇവിടെ പഠനം ഒരു ആകസ്മികതയല്ലെന്ന് വ്യക്തമായിരുന്നു. അതൊരു ആവശ്യമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഒരു ശ്വാസം എന്ന പോലെ. ശിവ പിറകിൽ ശബ്ദമില്ലാതെ നിൽക്കുന്നുണ്ടായിരുന്നു. അവന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. സർ, ഇതൊക്കെ ചവറിൽ നിന്ന് കിട്ടിയതാണ്. ഞാൻ വേറെ എവിടുന്നും എടുത്തതല്ല. ശ്രീരാമകൃഷ്ണൻ ഒന്നും പറഞ്ഞില്ല. ചലഞ്ചിങ് ബോർഡിനെ കുറിച്ചുള്ള ചോദ്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉയർന്നെങ്കിലും ഈ നിമിഷം അതേക്കുറിച്ച് ചോദിക്കാനുള്ളതല്ലെന്ന് അദ്ദേഹത്തിന് വ്യക്തമായിരുന്നു. ഇപ്പോൾ ചോദിച്ചാൽ ഈ നിശബ്ദത അവിടെ ഇല്ലാതാകും. അവന്റെ പേടി കൂടും. അദ്ദേഹം ഷെഡിൽ നിന്ന് പുറത്തിറങ്ങി. പതിവ് പോലെ നടന്ന് പോകാനായിരുന്നു ആദ്യ ഉദ്ദേശ്യം. പക്ഷെ സ്കൂളിന്റെ മതിലിനോട് ചേർന്നെത്തിയ നിമിഷം കണ്ണുകൾ അവിടെ തന്നെ നിൽക്കേണ്ടി വന്നു. ഒരു നോട്ടം മാത്രമായിരുന്നു. പിന്നെ വീണ്ടും വീണ്ടും അതിലേക്ക് നോക്കി. അതിനിടയിൽ ശ്വാസം പോലും അദ്ദേഹം ശ്രദ്ധിച്ചില്ല. മതിലിൽ എന്തൊക്കെയോ എഴുതിയിരിക്കുന്നു. അത് കണ്ട നിമിഷം തന്നെ ശ്രീരാമകൃഷ്ണന് മനസ്സിലായി ഇതൊരു സാധാരണ എഴുത്തല്ലെന്ന്. ഹൃദയം നിലച്ചതുപോലെ തോന്നി അദ്ദേഹത്തിന്. ഇതുവരെ മനസ്സിൽ കിടന്നിരുന്ന എല്ലാ ചോദ്യങ്ങളും ഒരുമിച്ച് ഓർമ്മയിൽ തിരികെ വന്നു. ചലഞ്ചിങ് ബോർഡ്, ആ അദൃശ്യ എഴുത്തുകാരൻ, ദിവസങ്ങളായി മുന്നോട്ട് നീങ്ങിയ പരിഹാരം, മതിൽ ചാടിക്കടന്ന ആ കുട്ടി. അടുത്തു ചെന്ന് വായിക്കാൻ ശ്രമിച്ചു അദ്ദേഹം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇറങ്ങി. ഒറ്റ നോട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് വ്യക്തമായിരുന്നു താൻ അന്വേഷിച്ചിരുന്ന ഉത്തരങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നോട്ട് ഒരു ചുവട് വെച്ചു. കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇതുവരെ സംശയമായി നിന്നതെല്ലാം, ഒരു രൂപമില്ലാതെ അലഞ്ഞതെല്ലാം ഇപ്പോൾ ഒരിടത്ത് ഒന്നിച്ചു നിൽക്കുന്നു. ഇതൊരു യാദൃശ്ചികതയല്ല, ഇതൊരു തുടർച്ചയാണ്, ഒരു ചിന്തയുടെ തുടർച്ച. പിന്നിൽ ശിവ അപ്പോഴും നിശബ്ദനായി നിൽക്കുന്നുണ്ടായിരുന്നു. ശ്രീരാമകൃഷ്ണൻ തിരിഞ്ഞു നോക്കി. അദ്ദേഹത്തിനൊന്നും ചോദിക്കേണ്ടതില്ലായിരുന്നു. ചില ഉത്തരങ്ങൾ വാക്കുകളാൽ പറയേണ്ടതില്ല, അവ കാണിച്ചാൽ തന്നെ മതി. അന്നവിടെ സ്കൂളിന്റെ പുറകുവശത്തെ ആ മതിലിനരികിൽ ശ്രീരാമകൃഷ്ണന്റെ മനസ്സിൽ ഒരേ ഒരു സത്യം മാത്രമേ ശേഷിച്ചിരുന്നുള്ളൂ. തന്റെ മനസ്സിന്റെ ചോദ്യങ്ങളുടെ ഉത്തരമാണ് തന്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന സത്യം. അടുത്ത ദിവസത്തെ അസംബ്ലിക്ക് സ്കൂളിൽ ഒരു വ്യത്യസ്തമായ നിശബ്ദതയുണ്ടായിരുന്നു. സാധാരണ ദിവസങ്ങളിൽ പരസ്പരം തള്ളിയും ചിരിച്ചും നിൽക്കുന്ന മൈതാനം അന്ന് എന്തോ ഒരു വലിയൊരു കാര്യം സംഭവിക്കാനിരിക്കുന്നുവെന്ന ബോധത്തിൽ നിയന്ത്രിതമായി നിന്നു. ഹെഡ്മാസ്റ്ററുടെ അറിയിപ്പ് കുട്ടികളിൽ കൗതുകം വളർത്തിയിരുന്നു. ചലഞ്ചിങ് ബോർഡ് എന്ന പേര് കേട്ടതോടെ കുട്ടികൾ തമ്മിൽ അനുമാനങ്ങൾ തുടങ്ങി. ഒരാൾ ഒരു സീനിയർ വിദ്യാർത്ഥിയുടെ പേരെടുത്തു പറഞ്ഞു. മറ്റൊരാൾ ജില്ലാതല മത്സരങ്ങളിൽ പോയ ഒരാളുടെ പേര് പറഞ്ഞു. ചിലർ പുറത്തു നിന്നുള്ള ആരെങ്കിലും ആയിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഒരാൾ പോലും ശിവയെ ഓർത്തില്ല. അവന്റെ പേര് അവരുടെ ചിന്തകളുടെ അതിരുകൾക്ക് പുറത്തായിരുന്നു. ശ്രീരാമകൃഷ്ണൻ വേദിയുടെ ഒരു വശത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. സാധാരണ ദിവസങ്ങളിലെ ശാന്തത അദ്ദേഹത്തിന്റെ മുഖത്തില്ലായിരുന്നു. ഇന്ന് അദ്ദേഹം പഠിപ്പിക്കാനല്ല, ഒരു സത്യം തുറന്നു കാണിക്കാനാണ് വന്നിരിക്കുന്നത്. പക്ഷെ ആ സത്യം തുറക്കുമ്പോൾ ഒരാളെയും അപമാനിക്കരുതെന്ന ബോധം അദ്ദേഹത്തെ ഉള്ളിൽ നിന്ന് പിടിച്ചുലച്ചു. ഒരു നിമിഷം തെറ്റിയാൽ ഒരു കുട്ടിയുടെ ജീവിതം തകരും. അത് ശരിയായാൽ ഒരു ലോകം തന്നെ അവനു മുന്നിൽ തുറക്കും. പ്രാർത്ഥന തുടങ്ങി. കുട്ടികൾ ഒരുമിച്ച് ചൊല്ലിയെങ്കിലും ശബ്ദത്തിൽ ശ്രദ്ധയില്ലായിരുന്നു. എല്ലാവരും കാത്തിരുന്നത് അടുത്ത നിമിഷത്തിനായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞതോടെ ഹെഡ്മാസ്റ്റർ മൈക്കിന് മുന്നിലെത്തി 2 വാക്കുകൾ പറഞ്ഞു. പിന്നെ മൈക്ക് ശ്രീരാമകൃഷ്ണന്റെ കൈകളിലേക്ക് മാറി. കുട്ടികൾ നേരെ നിന്നു, ആകാംക്ഷയോടെ. ചിലരുടെ കണ്ണുകളിൽ ആകാംക്ഷ, ചിലരിൽ അലസത, ചിലരുടെ മുഖത്ത് പരിഹാസച്ചിരി. ശ്രീരാമകൃഷ്ണൻ ഒരു നിമിഷം മൗനം പാലിച്ചു. ആ മൗനം തന്നെ മൈതാനം മുഴുവൻ ശ്രദ്ധിക്കാൻ നിർബന്ധിതമാക്കി. നമ്മുടെ സ്കൂളിൽ
ഒരുപാട് കഴിവുകൾ വളരുന്നുണ്ട്. ചിലത് പരീക്ഷകളിലൂടെ പുറത്തുവരും, ചിലത് സമ്മാനങ്ങളിലൂടെ, ചിലത് വേദികളിലൂടെ. പക്ഷേ ചില കഴിവുകൾ അവ ശബ്ദമില്ലാതെയാണ് വളരുന്നത്. കുട്ടികൾ പരസ്പരം നോക്കി ആരെയാണ് ലക്ഷ്യമിടുന്നതെന്ന് അറിയാൻ ശ്രമിച്ചു. നമ്മൾ ചലഞ്ചിങ് ബോർഡ് തുടങ്ങിയപ്പോൾ ഉത്തരം വേഗത്തിൽ കിട്ടുമോ എന്നതിലല്ല, ആരെങ്കിലും ചിന്തിക്കുമോ എന്നതിലായിരുന്നു എന്റെ ശ്രദ്ധ. ആ ചോദ്യം ദിവസങ്ങളോളം അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം അതിന് ഉത്തരം വന്നു. മൈതാനം നിശബ്ദമായി. ആ ഉത്തരം എഴുതിയത് ആരാണെന്ന് ഇന്ന് നിങ്ങൾ എല്ലാവരും കാണും. അവിടെ ഒരു ചെറിയ ചലനം. കുട്ടികൾ ചുറ്റും നോക്കി. ടോപ്പർമാരെ, സീനിയർമാരെ, പിന്നെ ശ്രീരാമകൃഷ്ണൻ വേദിയുടെ പുറകുവശത്തേക്ക് തിരിഞ്ഞു. ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥിയെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കാം. അവിടെ നിന്നാണ് എല്ലാം മാറി തുടങ്ങിയത്. വേദിയുടെ ഒരു വശത്തു നിന്ന് മുഷിഞ്ഞ വേഷത്തിൽ ചുമലിൽ പഴയൊരു ചാക്കുമായി ശിവ മുന്നോട്ട് നടന്നു. അവന്റെ ചുവടുകൾ ഉറപ്പില്ലാത്തതായിരുന്നു. പേടി വ്യക്തമായിരുന്നു. പക്ഷേ പിന്നോട്ട് തിരിയുന്നില്ല. മൈതാനത്ത് ആദ്യം നിശബ്ദത, പിന്നെ പൊട്ടിച്ചിരികൾ, പിന്നെ തുറന്ന പരിഹാസം. ഇവനൊരു ചവറുപറക്കിയല്ലേ, സാറെന്താ തമാശ പറയാണോ? ചിലർ മുഖം ചുളിച്ചു, ചിലർ കളിയാക്കി ചിരിച്ചു. ശിവ വേദിയിലേക്കുള്ള പടികൾ കയറുമ്പോൾ ഓരോ ചുവടും അവന് ഭാരമായി തോന്നി. കണ്ണുകൾ താഴേക്ക്, കൈകൾ ചാക്ക് മുറുകെ പിടിച്ചു. മൈതാനം മുഴുവൻ അവനെ നോക്കുകയായിരുന്നു. ശ്രീരാമകൃഷ്ണൻ അവന്റെ അടുത്തേക്ക് ചെന്നു. പേടിക്കണ്ടാട്ടോ, അദ്ദേഹം പതുക്കെ പറഞ്ഞു. നീ ഇവിടെ നിൽക്കുന്നത് ഒരു തെറ്റല്ല. നിന്നേക്കാൾ അർഹതയുള്ള ആരും തന്നെ ഇവിടെയില്ല. അത് ശിവയുടെ ചെവിയിൽ കേട്ടെങ്കിലും പേടി പൂർണ്ണമായി മാറിയില്ല. ശ്രീരാമകൃഷ്ണൻ മൈക്കിലേക്ക് തിരിഞ്ഞു. നിങ്ങൾ നോക്കുന്നത് ഒരു വേഷം മാത്രമാണ്, പക്ഷേ കഴിവ് വേഷം ചോദിക്കാറില്ല. ചിരികൾ വീണ്ടും ഉയർന്നു. ചിലർ തലകുലുക്കി. ഇവനാണ് നമ്മുടെ ചലഞ്ചിങ് ബോർഡിലെ ചോദ്യം പരിഹരിച്ചവൻ, അദ്ദേഹം പറഞ്ഞു. അവിടെ ഒരു നിമിഷം മൈതാനം നിശബ്ദമായി. പിന്നെ വിശ്വാസമില്ലാത്ത ശബ്ദങ്ങൾ. സാർ, ഇത് നാടകമാണോ എന്നുള്ള ചോദ്യങ്ങൾ. ശ്രീരാമകൃഷ്ണൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. അദ്ദേഹം ബോർഡിന്റെ മുന്നിലേക്ക് നടന്നു. മാസങ്ങളായി നമ്മൾ ഉത്തരം കണ്ടെത്താൻ കഴിയാതെ നിന്ന ചോദ്യം ഇന്ന് ഇവിടെ ഞാൻ വീണ്ടും എഴുതാം. അദ്ദേഹം ചോദ്യം ബോർഡിൽ എഴുതി. വിശദീകരണം ഒന്നുമില്ല. പിന്നെ ചോക്ക് ശിവയ്ക്ക് നേരെ നീട്ടി. ഇത് നിന്റെ ചോദ്യമാണ് ശിവ, അദ്ദേഹം പറഞ്ഞു. ഇതിനുത്തരം എഴുതിക്കോളൂ. പിന്നിൽ വീണ്ടും ചിരി. ഇവന് എഴുതാൻ അറിയുമോ? ചോക്ക് പിടിക്കാൻ തന്നെ അവന് അറിയാമോ എന്തോ? ശിവയുടെ കൈകൾ വിറച്ചു. അവൻ ചോക്ക് പിടിച്ചു. ഒരു നിമിഷം കണ്ണുകൾ അടച്ചു. അവന്റെ മുന്നിൽ അന്ന് മതിലിൽ എഴുതിയ വരികൾ തെളിഞ്ഞു. അവന്റെ അമ്മയുടെ ശ്വാസം ഓർമ്മ വന്നു. അവൻ കണ്ണുകൾ തുറന്നു. ബോർഡിലേക്ക് നോക്കി എഴുതി തുടങ്ങി. ഒരു വരി, പിന്നെ മറ്റൊന്ന്. വഴികൾ, ഘട്ടങ്ങൾ. ചിരികൾ പതിയെ നിന്നു. കമന്റുകൾ മങ്ങി. കുട്ടികൾ മുന്നോട്ട് വന്നു. ചില അധ്യാപകർ എഴുന്നേറ്റു നിന്നു. കാരണം അത് അന്ധമായ എഴുത്തായിരുന്നില്ല, അത് ഉറപ്പുള്ള ചിന്തയാണ്. ഓരോ ഘട്ടവും മുൻപത്തേതിനോട് കൃത്യമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. അവസാന വരി എഴുതി കഴിഞ്ഞപ്പോൾ ശിവ ചോക്ക് താഴെ വെച്ചു. ഒന്നും പറഞ്ഞില്ല. പിന്നോട്ട് മാറി നിന്നു. അവന്റെ നെഞ്ച് വേഗത്തിൽ ഉയർന്നു താഴ്ന്നു. ശ്രീരാമകൃഷ്ണൻ ബോർഡിലേക്ക് നോക്കി. ഇതാണ് നമ്മൾ മാസങ്ങളായി അന്വേഷിച്ചിരുന്ന ഉത്തരം. ഒരു നിമിഷം മൈതാനം ശൂന്യമായി. പിന്നെ ഒരുമിച്ചൊരു ശ്വാസം വിട്ടതുപോലെ. അതിശയം, അവിശ്വസനീയം. ചിലർ എഴുന്നേറ്റു. ഇത് കളിയല്ലെന്ന് എല്ലാവർക്കും വ്യക്തമായി. ഇത് മാത്രമല്ല, ശ്രീരാമകൃഷ്ണൻ തുടർന്നു, നിങ്ങൾ മറ്റൊന്നുകൂടി കാണണം. അദ്ദേഹം എല്ലാവരെയും സ്കൂളിന്റെ പുറകുവശത്തേക്ക് കൊണ്ടുപോയി. ആ മതിലിനരികിലേക്ക്. അവിടെ എഴുതിയിരുന്ന വരികൾ, ഒരുപാട് ദിവസങ്ങളുടെ ചിന്ത, ഒരുപാട് നിശബ്ദ രാത്രികളുടെ തെളിവ്. ഇതെല്ലാം ഈ കുട്ടിയുടേതാണ്. അവിടെ ഇനി ചിരിയില്ല, പരിഹാസമില്ല. അവിടെ ഒരു തിരിച്ചറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ചാക്കിനകത്ത് ഒളിച്ചിരുന്ന ഒരു ബുദ്ധി, ഒരു മതിലിൽ എഴുതപ്പെട്ട ഒരു ജീവിതം. അന്ന് അവിടെ നിന്നാണ് ശിവയുടെ ലോകം മാറിത്തുടങ്ങിയത്. പരിഹസിച്ച കണ്ണുകൾ ആദരവായി മാറി. നിശബ്ദമായ കൈകൾ കയ്യടിയായി മാറി. സമൂഹം അവനെ കണ്ടു, അവനെ അംഗീകരിച്ചു തുടങ്ങി. ചവറുകൾ പെറുക്കിയ കൈകൾ ഇനി പുസ്തകങ്ങൾ പിടിക്കാൻ പോവുകയാണ്. ശിവയെ എല്ലാവരും കണ്ടു കഴിഞ്ഞിരുന്നു. അവന്റെ മുഖം, അവന്റെ പേര്, അവന്റെ കഴിവ് ഒന്നും ഇനി മറിഞ്ഞിരിക്കുന്നില്ല. സ്കൂളിൽ നടന്ന സംഭവത്തിന്റെ വാർത്ത പുറത്തേക്ക് പോയ നിമിഷം മുതൽ അതൊരു സ്കൂൾ കഥയായി നിന്നില്ല. അതൊരു സാമൂഹിക ചർച്ചയായി മാറി. ഒരു തെരുവിൽ കഴിയുന്ന കുട്ടി മാസങ്ങളായി ആരും പരിഹരിക്കാനാകാത്ത ഗണിത പ്രശ്നം പരിഹരിച്ചു എന്ന വാചകം ആളുകളെ പിടിച്ചുലച്ചു. കാരണം അതിൽ അതിശയത്തെക്കാൾ കുറ്റബോധമുണ്ടായിരുന്നു. നമ്മൾ ഇതുവരെ എവിടെയായിരുന്നു എന്ന ചോദ്യം. ആദ്യ ദിവസം തന്നെ പ്രാദേശിക ചാനലുകൾ സ്കൂളിലെത്തി. ക്യാമറകൾ തുറന്നുവെച്ചു. അധ്യാപകരോട് സംസാരിച്ചു. ഹെഡ്മാസ്റ്ററോട് ചോദിച്ചു. കുട്ടികളോട് പ്രതികരണം ആരാഞ്ഞു. ചില കുട്ടികൾ അഭിമാനത്തോടെ സംസാരിച്ചു. ചിലർ തലകുനിച്ചു. ചിലർ നിശബ്ദമായി നിന്നു. കാരണം അവർക്ക് ഓർമ്മയുണ്ടായിരുന്നു,
അന്ന് അവർ പരിഹസിച്ച മുഖമാണ് ഇന്ന് വാർത്തയായിരിക്കുന്നത്. അടുത്ത ദിവസം പത്രങ്ങളിൽ ശിവയുടെ പേര് വ്യക്തമായി വന്നു. അവന്റെ കഥ മുഴുവൻ. സ്കൂളിന് പുറകിലെ ഷെഡ്, വയ്യാതെ കിടക്കുന്ന അമ്മ, ചവറുകൾ പെറുക്കുന്നതിനിടയിൽ ശേഖരിച്ച പഴയ പുസ്തകങ്ങൾ, മതിലുകൾ നോട്ടുബുക്കായിരുന്ന കാലം. ഇത് വായിച്ചപ്പോൾ പലർക്കും അസ്വസ്ഥത തോന്നി. കാരണം ഇതൊരു പ്രചോദന കഥ മാത്രമായിരുന്നില്ല, അത് സമൂഹത്തിന്റെ പരാജയം തുറന്നു കാണിക്കുന്ന ഒരു കണ്ണാടിയായിരുന്നു. വാർത്തകൾ വ്യാപിച്ചതോടെ അഭിപ്രായങ്ങൾ പൊട്ടിത്തെറിച്ചു. സോഷ്യൽ മീഡിയയിൽ ചിലർ എഴുതി, ഇത് അപവാദമാണ്, എല്ലാവർക്കും ഇങ്ങനെ കഴിവുണ്ടാകില്ല. മറ്റു ചിലർ എഴുതി, ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയുടെ യഥാർത്ഥ മുഖം. ചർച്ചകൾ കടുത്തു, ഡിബേറ്റുകൾ വന്നു. പക്ഷേ അതിനിടയിൽ ഒരു കാര്യം ഉറപ്പിച്ചു, ശിവ എന്ന കുട്ടി ഇനി ഒറ്റയ്ക്കല്ല. സാമൂഹിക സംഘടനകൾ ആദ്യം എത്തിയത് വലിയ ബഹളത്തോടെ ആയിരുന്നില്ല. അവർ നേരെ ഷെഡിലേക്കാണ് വന്നത്. വാക്കുകളില്ലാതെ അവസ്ഥ കണ്ടു, അമ്മയെ പരിശോധിച്ചു, ചികിത്സ അനിവാര്യമാണെന്ന് ഉറപ്പാക്കി. അതേ ദിവസം തന്നെ അമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശിവ ആദ്യമായി ആശുപത്രിയുടെ വെളുത്ത മതിലുകൾക്കിടയിൽ നിന്നു. അമ്മയുടെ ശ്വാസം സ്ഥിരതയോടെ കേൾക്കുമ്പോൾ അവന്റെ ഉള്ളിലെ ഏറ്റവും വലിയ പേടി അല്പം അയഞ്ഞതുപോലെ. അതിനൊപ്പം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇടപെടലും എത്തി. കുട്ടിയുടെ പഠനനില വിലയിരുത്തി. ഔപചാരികമായി സ്കൂളിൽ പ്രവേശിപ്പിക്കാനുള്ള നടപടികൾ തുടങ്ങി. പ്രായം, ക്ലാസ്, അടിസ്ഥാന പരിശീലനം എല്ലാം ചർച്ചയായി. ശിവ അവിടെ നിശബ്ദനായി നിന്നു. അവൻ ഇതൊന്നും ആവശ്യപ്പെട്ടിരുന്നില്ല. പക്ഷേ ഇതെല്ലാം അവന്റെ ജീവിതത്തിലേക്ക് സ്വാഭാവികമായി ഒഴുകി വന്നു. മാധ്യമങ്ങൾ വീണ്ടും എത്തി. എന്താണ് നിന്റെ സ്വപ്നം എന്ന ചോദ്യം കേട്ടപ്പോൾ ശിവ ഒറ്റവാക്കിൽ മറുപടി പറഞ്ഞു, പഠിക്കണം, അത്രമാത്രം. ആ മറുപടിയാണ് എല്ലാ നീളമുള്ള പ്രസംഗങ്ങളെയും മറികടന്നത്. സമൂഹത്തിന്റെ സമീപനം പതിയെ മാറി. വഴിയരികിൽ മുമ്പ് പരിഹസിച്ച ആളുകൾ ഇപ്പോൾ ആദരവോടെ നോക്കി തുടങ്ങി. ചിലർ തുറന്ന് ക്ഷമ ചോദിച്ചു, ചിലർ സഹായം വാഗ്ദാനം ചെയ്തു. വീടിനുള്ള സഹായം, പഠന ചെലവിനുള്ള സഹായം. ശിവ ആദ്യമായി ഒരു കൂട്ടായ്മയുടെ ഭാഗമാണെന്ന ബോധം അനുഭവിച്ചു. അവനും ഈ സമൂഹത്തിലെ ഒരു അംഗമാണെന്ന തോന്നൽ. ഒരു ദിവസം വൈകുന്നേരം ആശുപത്രിയുടെ വരാന്തയിൽ ഇരിക്കുമ്പോൾ ശ്രീരാമകൃഷ്ണൻ ശിവയുടെ അടുത്തു വന്നിരുന്നു. ഇതെല്ലാം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയാമോ? അദ്ദേഹം ചോദിച്ചു. ശിവ തലകുലുക്കി. നീ മാറിയതല്ല, അദ്ദേഹം പറഞ്ഞു. ലോകമാണ് നിന്നെ കാണാൻ തുടങ്ങിയത്. അത് ശിവയുടെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞു. അവൻ ഓർമ്മിച്ചു. മതിലിൽ എഴുതിയ രാത്രികൾ, ആരും കാണില്ലെന്നുറപ്പോടെ എഴുതിയ വരികൾ. അന്ന് അവൻ സ്വപ്നം കണ്ടിട്ടില്ല. നീ പഠിക്കണം എന്ന അമ്മയുടെ പഴയ വാക്കുകൾ ഇനി ശിവയ്ക്ക് ഉപദേശമല്ല, ഉത്തരവാദിത്തമായി മാറി. അവൻ പുതിയ സ്കൂൾ ബാഗ് ആദ്യമായി ചുമലിലിട്ട ദിവസം പഴയ ചാക്ക് ഒരു വശത്തേക്ക് മാറ്റിവെച്ചു. അത് ഉപേക്ഷിച്ചതായിരുന്നില്ല, അതൊരു ഓർമ്മയായി മാറ്റിവെച്ചതായിരുന്നു. വാർത്തകൾ പതിയെ കുറഞ്ഞു, ക്യാമറകൾ പോയി, ഡിബേറ്റുകൾ മാറി. പക്ഷേ ശിവയുടെ ജീവിതം സ്ഥിരതയിലേക്ക് നീങ്ങി. ക്ലാസ് മുറി, പുസ്തകങ്ങൾ, സംശയങ്ങൾ, പഠനം. അവൻ അതിൽ ലയിച്ചു. ഒരു ദിവസം സ്കൂളിന്റെ വരാന്തയിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ശിവ പഴയ മതിലിനെ ഒന്ന് നോക്കി. ഇനി അവിടെ എഴുതേണ്ടതില്ലെന്ന് അവന് തോന്നി. അവന്റെ ലോകം മാറിയിരിക്കുന്നു. മതിലുകൾ അവനെ പിടിച്ചു നിർത്തുന്നില്ല. അവൻ മുന്നോട്ട് നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവന്റെ കഥ വാർത്തയായി തുടങ്ങി, പിന്നെ ഒരു ചർച്ചയായി, അവസാനം ഒരു ബോധ്യമായി. കഴിവ് തെരുവിൽ ജനിച്ചാലും അത് കാണാൻ തയ്യാറുള്ള കണ്ണുകൾ ഉണ്ടായാൽ ഒരു സമൂഹം തന്നെ മാറിപ്പോകും. വാർത്തകളുടെ ശബ്ദം പതിയെ മങ്ങിയപ്പോൾ ശിവയുടെ ജീവിതത്തിൽ ഒരു ശാന്തത വന്നു. ആശുപത്രിയിലെ കിടക്കയിൽ അമ്മ ഉറങ്ങുമ്പോൾ സ്കൂൾ പുസ്തകങ്ങളുമായി അവൻ അമ്മയുടെ അരികിൽ ഇരിക്കുമായിരുന്നു. ശ്രീരാമകൃഷ്ണൻ ആ ദിവസങ്ങളിൽ അധികം സംസാരിച്ചിരുന്നില്ല. ശിവയെ സഹായിക്കുന്നതിൽ സന്തോഷമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ചെറിയ സംശയം ബാക്കി നിൽക്കുകയായിരുന്നു. ഒരു കൗതുകം. ആ ചോദ്യങ്ങൾ, ആ പരിഹാരങ്ങൾ, അവ വെറും വായനയിലൂടെയും അടിസ്ഥാന ബോധത്തിലൂടെയും മാത്രം ഉണ്ടാകുന്നതല്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അവയ്ക്കുള്ളിൽ മറ്റെന്തോ ഉണ്ടായിരുന്നു. ഒരു വൈകുന്നേരം ശിവ ആശുപത്രി മുറിയുടെ പുറത്തിരിക്കുകയായിരുന്നു. കയ്യിൽ ഒരു പഴയ കവറുണ്ടായിരുന്നു, പഴകിയതും അല്പം കീറിയതും. അവൻ നേരെ ശ്രീരാമകൃഷ്ണന്റെ അടുത്തേക്ക് ചെന്നു. സർ, അവന്റെ ശബ്ദം അല്പം മന്ദമായിരുന്നു. ഇത് സാറിന് തരാനാണ് ഞാൻ കാത്തിരുന്നത്. ശ്രീരാമകൃഷ്ണൻ ആ കവർ വാങ്ങിച്ചു തുറന്നു നോക്കി. അകത്ത് ഒരു ഡയറി, പഴയൊരു ഡയറി. അദ്ദേഹത്തിന് ആ ഡയറി ഒരു പരിചയമുള്ളതുപോലെ, വളരെ സൂക്ഷ്മമായ ഒരു ഓർമ്മയുള്ളതുപോലെ. ശ്രീരാമകൃഷ്ണൻ ഒന്നും പറഞ്ഞില്ല. ഡയറി പതിയെ തുറന്നു. ആദ്യത്തെ പേജ്, ഒരു തീയതി, അതിന് താഴെ ഒരു കൈയെഴുത്ത്, അദ്ദേഹത്തിന്റെ കൈയെഴുത്ത്. അത് തിരിച്ചറിഞ്ഞ നിമിഷം അദ്ദേഹത്തിന്റെ നെഞ്ചിലൂടെ ഒരു വിറയൽ പാഞ്ഞു. ഇത് യാദൃശികമല്ല, ഇത് അപ്രതീക്ഷിതമായും അത്ഭുതകരമായും ചേർന്ന ഒരു വൃത്തം പൂർത്തിയാകലാണ്. അദ്ദേഹം പേജുകൾ മറിച്ചു. ഓരോ പേജിലും കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ, ചിലത് പരിഹരിക്കാത്തത്, ചിലത് പാതി വഴിയിൽ നിർത്തിയിട്ടുള്ളത്. തന്റെ അധ്യാപക ജീവിതത്തിലെ ഒരു ഘട്ടം, പരീക്ഷയ്ക്കായി തയ്യാറാക്കിയ ചോദ്യങ്ങൾ,
പിന്നെ ഒരു പേജ്, അതിന്റെ താഴെ മറ്റൊരു കൈയെഴുത്ത്, ശിവയുടെ കൈയെഴുത്ത്. ഓരോ ചോദ്യത്തിനും വ്യക്തമായ പരിഹാരം ശിവ അതിൽ എഴുതിയിരിക്കുന്നു. ശ്രീരാമകൃഷ്ണൻ ഇരുന്നുപോയി. ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? അദ്ദേഹം ചോദിച്ചു. ചവറുകൾ പെറുക്കുന്ന സമയത്ത്. ശിവ പറഞ്ഞു. വളരെ നാളായി, ആദ്യം കളയാൻ വിചാരിച്ചതാ, പിന്നെ ഒന്ന് തുറന്നു നോക്കി ഞാൻ. സർ, ശിവ പതുക്കെ പറഞ്ഞു. ആ ഡയറിയിലെ ചോദ്യങ്ങൾ എന്നെ ഉറങ്ങാൻ പോലും സമ്മതിച്ചിരുന്നില്ല. ഓരോന്നിനും ഉത്തരം കണ്ടുപിടിക്കണമെന്ന തോന്നൽ. അദ്ദേഹം ശിവയെ നോക്കി. വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. വയ്യാതാകുന്നതിന് മുമ്പ് അമ്മ പറഞ്ഞു തന്നിരുന്നു, ചോദ്യങ്ങളെ ഭയപ്പെടരുത്, ഉത്തരം അറിയില്ലെങ്കിൽ ചിന്തിക്കണം, ചിന്തിക്കാനാവുന്നില്ലെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് ചിന്തിക്കണം. ആ വാക്കുകൾ ശ്രീരാമകൃഷ്ണനെ തകർത്തു. അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. ശിവയെ ചേർത്ത് പിടിച്ചു. അത് അഭിനന്ദനമായിരുന്നില്ല, ആദരവായിരുന്നു. തന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എഴുതിയ ഒരാളോടുള്ള ആദരം, ഒരു തെരുവിൽ വളർന്ന ബുദ്ധിയോടുള്ള ആദരം. നിനക്കറിയാമോ, അദ്ദേഹം പറഞ്ഞു, ഈ ഡയറി കാണാതായില്ലായിരുന്നെങ്കിൽ ഞാൻ ചലഞ്ചിങ് ബോർഡ് പോലും തുടങ്ങില്ലായിരുന്നു. ശിവ അത്ഭുതത്തോടെ നോക്കി. ഈ ചോദ്യങ്ങൾ, ചലഞ്ചിങ് ബോർഡ്, മതിലുകൾ എല്ലാം ഒരു ഉറവിടത്തിലേക്കാണ് തിരികെ എത്തുന്നത്. ഈ ഡയറി കാണാതെ പോയില്ലായിരുന്നെങ്കിൽ ഈ കഥയുടെ വഴിത്തിരിവ് ഉണ്ടാകുമായിരുന്നില്ല. മതിലുകൾ, ചാക്ക്, ഡയറി എല്ലാം അവനെ ഇവിടെ എത്തിച്ചു. ഇനി അവൻ പോകേണ്ട വഴി തുറന്നിരിക്കുകയാണ്. ഈ കഥ ഒരു ഡയറിയിൽ തുടങ്ങി, ഒരു മതിലിൽ വളർന്നു, ഒരു വേദിയിൽ തെളിഞ്ഞു, ഒരു സമൂഹം അത് കണ്ടു. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ധൈര്യമുണ്ടെങ്കിൽ ഉത്തരം ഒരു നാൾ വഴിയുണ്ടാക്കും. ഇവിടെയാണ് ശിവയുടെ കഥ പൂർണ്ണമാകുന്നത്.